പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നാം ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് ഒരു സിനിമാ വാർത്തയാണ്. എന്താണ് ഈ സിനിമാ വാർത്തയ്ക്ക് ഇത്ര പ്രത്യേകത എന്നല്ലേ? അതായത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ് പ്രഖ്യാപിക്കുവാൻ പോകുന്നു. ഏതാണ്ട് ഓഗസ്റ്റ് 2ാം ആഴ്ചയോടുകൂടി കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് പ്രഖ്യാപിക്കാൻ പോകുന്നുള്ള വാർത്തകളാണ് നിറഞ്ഞു നിൽക്കുന്നത്. നമ്മുടെ പ്രമുഖ നടന്മാരെല്ലാം ലിസ്റ്റിലുണ്ട്, മത്സരത്തിലുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലവിധ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ അടക്കം എല്ലാ പ്ലാറ്റ്ഫോമുകളിലും നടക്കുന്നു. നാം തന്നെ നമ്മുടെ പല കൂട്ടുകാരന്മാരോടും അല്ലെങ്കിൽ നാം ഇരിക്കുന്ന ഒരു കമ്പനികളിലേക്ക് ചർച്ച ചെയ്യാറില്ലേ, ആർക്കാണ് ഏറ്റവും കൂടുതൽ അവാർഡ് കിട്ടാൻ പോകുന്നത്, ഇത്തവണ ആർക്കാണ് അവാർഡ്? ആ ഒരു വിശദീകരണമാണ് അല്ലെങ്കിൽ ആ ഒരു വിലയിരുത്തലാണ് നാം ഈ വീഡിയോയിലൂടെ നടത്താൻ പോകുന്നത്. എല്ലാവർക്കും സ്വാഗതം. സമകാലീന വാർത്തകൾ, ഇൻഫോർമേറ്റീവ് വീഡിയോസ് എല്ലാം നാം ഈ ചാനലിലൂടെ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഈ തവണ മമ്മൂട്ടിക്കാണോ അതോ ആസിഫ് അലിക്കാണോ, രണ്ടുപേരും തമ്മിൽ മത്സരം എന്നാണ് സോഷ്യൽ മീഡിയ അടക്കമുള്ള ഇത് പറയുന്നത്. ആർക്കാണ്? കൂട്ടത്തിൽ വിജയരാഘവനും നമ്മുടെ ലാലേട്ടനും നമ്മുടെ ഫാസിലും എല്ലാവരും ഉണ്ട്. ആർക്കാണ് ഇത്തവണ കിട്ടാൻ പോകുന്ന സാധ്യതയുള്ളത്? ചെറിയ കുറച്ച് സാധ്യതകളെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിച്ചാലോ. അതായത് മമ്മൂട്ടിക്ക് ഇത്തവണ 7ാമത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടുമോ, അല്ലെങ്കിൽ ആസിഫ് അലി ഇത്തവണത്തെ അവാർഡ് തൂക്കുമോ? അറിയില്ല. കാരണം മമ്മൂട്ടിക്ക് വളരെയധികം സാധ്യതയുണ്ട്. ഈ ആസിഫ് അലിക്ക് സത്യം പറഞ്ഞാൽ കപ്പിനും ചുണ്ടിനും ഇടയിൽ 2 തവണ അവാർഡ് വിട്ട് കളഞ്ഞതാണ്. ഒരു തവണ 2018-ലും പിന്നെ 2019-ലും. ആ വാർത്തകളിലേക്ക് നമുക്ക് വരാം. ഏതായാലും മമ്മൂട്ടിക്ക് ഇത് 7ാമത്തെ കിട്ടുകയാണെങ്കിൽ 7ാമത്തെ അവാർഡ് ആയിരിക്കാനാണ് സാധ്യത. 7ആണെന്നാണ് തോന്നുന്നത്. 8ആണോ 7ആണെന്ന് വെച്ചൊരു സംശയമുണ്ട്. നിങ്ങൾ കമന്റ് ചെയ്യുക. പക്ഷെ 7ആണെന്നാണ് ഞാൻ നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് മമ്മൂട്ടി കേരള സ്റ്റേറ്റ് അവാർഡ് ഒരു 11 തവണ കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് ബെസ്റ്റ് ആക്ടർ ഒരു 6 തവണയാണെന്നും മോഹൻലാലിന് 9 തവണ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് ഒരു 6 തവണയാണ് ബെസ്റ്റ് ആക്ടർ, മികച്ച നടനുള്ള അവാർഡ് എന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞ ഒരു വിവരം. ഇത്തവണ മമ്മൂട്ടി മത്സരിക്കുന്നത് ഏറ്റവും മികച്ച ചിത്രമായ, ഒരുപാട് നാൾക്ക് ശേഷം മമ്മൂട്ടിയുടെ ഐക്കോണിക് പെർഫോമൻസ് ഉണ്ടായ ഒരു സിനിമയാണ് ബ്രഹ്മയുഗമാണ്. കഴിഞ്ഞ 2022-ൽ മമ്മൂട്ടിയുടെ നൻപകൽ നേരത്ത് മയക്കം എന്ന ഒരു സിനിമയിലൂടെ മമ്മൂട്ടി സ്റ്റേറ്റ് അവാർഡ് നോക്കിയിരുന്നു. അതിനു മുമ്പ് കഴിഞ്ഞ വർഷം പൃഥ്വിരാജിനോട്, ഗോട്ട് ലൈഫ് പൃഥ്വിരാജിന്റെ ആടുജീവിതത്തോട് ഏറ്റുമുട്ടിയാണ് മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയില്ല. പക്ഷെ മികച്ച ഒരു സിനിമ തന്നെയായിരുന്നു കാതൽ എന്ന് പറഞ്ഞ, മമ്മൂട്ടിയും ജ്യോതിയും കൂടി തകർത്ത് അഭിനയിച്ച ഒരു വ്യത്യസ്ത പ്രമേയം കണ്ട ഒരു ചിത്രമായിരുന്നു കാതൽ. പക്ഷെ അതിനകത്ത് മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയില്ല. സിനിമയ്ക്ക് അവാർഡ് കിട്ടി, കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടി. പക്ഷെ മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയില്ല. പൃഥ്വിരാജിനാണ് ബെസ്റ്റ് ആക്ടർ ആയിട്ടുള്ള അവാർഡ് കിട്ടിയത്. എന്നാൽ കഴിഞ്ഞ വർഷം കൈവിട്ട ഈ ഒരു അവാർഡ് 2025-ൽ മമ്മൂട്ടിക്ക് കിട്ടുമോ എന്നുള്ള തർക്കത്തിലും വളരെയേറെ ചർച്ചയിലുമാണ് ആരാധകർ. അതേസമയം ഒരു വിഭാഗം ആരാധകർ പറയുന്നത് ആസിഫ് അലിക്ക് കിട്ടുമെന്നാണ്. കാരണം ആസിഫ് അലിക്ക് കിട്ടുമെന്ന് പറയുന്നത്, ഈ ബ്രഹ്മയുഗമൊക്കെ ബ്രഹ്മാണ്ഡ ചിത്രം, മികച്ച അഭിനയമൊക്കെ ശരി തന്നെ. പക്ഷേ ആസിഫ് അലിക്ക് കിട്ടുമെന്ന് വാദിക്കുന്നവർ കാരണമുണ്ട്. നമ്മുടെ ലാലേട്ടനും ഫാസിലിന്റെയും കൂടി കാര്യമുണ്ട് കേട്ടോ. അത് വരെ വീഡിയോ മുഴുവൻ തീർച്ചയായും കേൾക്കണം, മുഴുവനും. ഈ ആസിഫ് അലിക്ക് കിട്ടുമെന്നുള്ള 4 സിനിമകൾ വെച്ചാണ് ആരാധകർ പറയുന്നത്. ഒന്ന് അഡിഗോസ് അമിഗോസ്, പിന്നെ ഒരെണ്ണം ലെവൽ ക്രോസ്, കിടുക്കൻ സിനിമ. ആസിഫ് അലിക്ക് ആ ഒരു സിനിമയിൽ അവാർഡ് കിട്ടി കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. പിന്നെ നമ്മുടെ കിഷ്കിന്ദ കാണ്ഡം, അതും ഒന്നും പറയാനില്ല. പിന്നെ വേറൊരു സിനിമ കൂടി ഉള്ളത് തലവൻ എന്നുള്ള സിനിമയ്ക്ക് അവാർഡ് കിട്ടുമോ എന്നാണ്. അതായത് ഈ 4 സിനിമകളിലെയും കൂടി വ്യത്യസ്ത അഭിനയത്തിന് അവാർഡ് കിട്ടുമോ എന്നൊക്കെയാണ് പരിഗണിക്കേണ്ടത്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പരിഗണിക്കേണ്ടത് എന്നൊക്കെയാണ് നമ്മുടെ അദ്ദേഹത്തിന്റെ ആരാധകർ ചർച്ച ചെയ്യുന്നത്. അതെ, ലെവൽ ക്രോസ് കൃത്യം കിടുക്കൻ സിനിമയായിരുന്നു. അത് ആസിഫ് അലിയുടെ മികച്ച അഭിനയം കാഴ്ചവെച്ച. കിഷ്കിന്ദ കാണ്ഡവും ഒന്നിനൊന്ന് മികച്ച തന്നെയായിരുന്നു. തലവനും പിന്നെ അഡിഗോസ് അമിഗോസും അഭിനയം നല്ലതായിരുന്നു. പക്ഷെ ഒരു അവാർഡിന് പരിഗണിക്കേണ്ടതുണ്ടോ എന്ന് എനിക്ക് ഒരു പേഴ്സണലായിട്ട് ഒരു സംശയം. അത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കുറ്റം പറഞ്ഞതല്ല കേട്ടോ. പിന്നെ മമ്മൂട്ടിക്ക് ബ്രഹ്മയുഗം എന്നൊരു സിനിമയായിട്ടാണ് മമ്മൂട്ടി മത്സര രംഗത്തുള്ളത്. കഴിഞ്ഞ വർഷം കാതലായിട്ടുണ്ടായിരുന്നു. അതിക്ക് മുമ്പ് നൻപകൽ മയക്കത്തിന് അദ്ദേഹത്തിന് കിട്ടി. ഈ തവണ പിന്നീട് പറയാനുള്ളത്, അപ്പോൾ ആസിഫ് അലിക്ക് 2018-ൽ നമ്മുടെ ഒരു ക്യാറ്റോ, കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല, ഇങ്ങനെ ഒരു സിനിമക്ക് 2019-ൽ നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെച്ച സിനിമയായിരുന്നു കെട്ടിയോളാന്റെ മാലാഖ. കൊമേഴ്ഷ്യലായി അത്യാവശ്യം വിജയിച്ച സിനിമയാണ്. അഭിനയ ശേഷി കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരു സിനിമയാണ്. ആസിഫ് അലി മികച്ച നടനാണ്. മോഹൻലാലിന് ശേഷം കണ്ണുകൾ കൊണ്ട് അഭിനയിക്കുന്ന ഒരു നടനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ആസിഫ് അലി കേട്ടോ. മമ്മൂക്കൊട്ടും മോശമാണെന്നല്ല. അപ്പൊ ഇത് കടുത്ത മത്സരം ആസിഫ് അലിയും മമ്മൂക്കയും തമ്മിൽ ആണ് എന്നാണ് പലരും പറയുന്നത്. അതിന്റെ ഇടയ്ക്ക് വേറെ ആളുണ്ട്. കിഷ്കിന്ദ കാണ്ഡം എന്ന സിനിമയിൽ ഒരു മികച്ച വേഷം കൈകാര്യം ചെയ്ത് ആസിഫ് അലി അച്ഛനായി അഭിനയിച്ച നമ്മളുടെ വിജയരാഘവൻ, നേരത്തെ സപ്പോർട്ടിംഗ് ക്യാരക്ടറിന് അവാർഡ് കൊടുക്കാം ആ ഒരു രീതിയൊക്കെ ആയിരുന്നല്ലോ സ്റ്റേറ്റ് അവാർഡ് പരിഗണിച്ചത്. പക്ഷെ വിനായകന് ഒരു അവാർഡ് കിട്ടിയപ്പോ, നമ്മളുടെ ദുൽഖർ സൽമാൻ അഭിനയിച്ച സിനിമയ്ക്ക് അവാർഡ് കിട്ടിയപ്പോൾ എല്ലാ നടന്മാരെയും, മികച്ച രീതിയിൽ അഭിനയിച്ച എല്ലാ നടന്മാരെയും പരിഗണിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ പേരിൽ തന്നെ വിജയരാഘവൻ, എന്റെ പൊന്നെ, കിഷ്കിന്ദ കാണ്ഡത്തിൽ മികച്ച അഭിനയമാണ്. OTT-ൽ ഒരു പരിധി വരെ ആളുകൾക്ക് ചിലപ്പോൾ ഇഷ്ടമായില്ലെങ്കിൽ തിയേറ്ററുകളിൽ വളരെ ഹിറ്റായതും അടിപൊളി നല്ല, എന്റെ പേഴ്സണലി എന്റെ സ്വന്തം അഭിപ്രായത്തിൽ, വ്യക്തിപരമായ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ മികച്ച സിനിമ തന്നെയായിരുന്നു. മികച്ച അഭിനയം കാഴ്ചവെച്ച ഒരു നടനാണ് വിജയരാഘവൻ. അദ്ദേഹത്തിന് കിട്ടുമെന്നും പലരും വാദിക്കുന്നു.
പിന്നീട് പറയാനുള്ളത് നമ്മുടെ ലാലേട്ടന്റെയും ഫഹദ് ഫാസിലിന്റെയും ഒക്കെ കാര്യം. പലരും നിവിൻ പോളിക്കും ദിലീപിനും വരെ പറയുന്ന ആരാധകരുണ്ട്. അവരെ ഒന്നും മാറ്റി നിർത്തിക്കൊണ്ട് പറയുന്നതില്ല. എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുന്നത് മോഹൻലാൽ അത് ഫഹദ് ഫാസിൽ ആവേശം പോലുള്ള സിനിമയ്ക്ക് കിട്ടുമെന്നാണ് പല ആരാധകരും വാദിക്കുന്നത്. പക്ഷേ അതെത്രമാത്രം ഉൾക്കൊള്ളും, അല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് എക്സ്പെക്ട് ചെയ്യേണ്ടത് അൺഎക്സ്പെക്ടഡ് ആയ ഒരു കാര്യങ്ങളാണ്. പല സമയത്തും അവരത് തെളിയിച്ചിട്ടുമുണ്ട്. അപ്പോൾ മികച്ച നടന്മാർക്ക് തന്നെ കൊടുക്കുന്ന സമയമുണ്ട്, ചിലപ്പോൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന നടന്മാർക്ക് കൊടുക്കാത്ത സമയമുണ്ട്. അതൊക്കെ അതിന്റെ ഒരു ഇതായിരിക്കാം. അതായത് ഈ ജൂറിയിലുള്ള അംഗങ്ങളുടെ അവരല്ലേ തീരുമാനിക്കുന്നത്. അല്ല എന്താ പറയുക, പ്രേക്ഷകർ പോളോ അല്ലെങ്കിൽ ഒപ്പീനിയൻ പോളോ ഒന്നും ചെയ്തിട്ടല്ലല്ലോ. അപ്പോൾ ആർക്കും സാധ്യതയില്ല എന്ന് പറയാൻ പറ്റില്ല. പിന്നീട് നമ്മുടെ ലാലേട്ടനെ പരിഗണിക്കേണ്ട കാര്യം, അതായത് തിയേറ്ററിൽ ഒരു സമ്മിശ്ര അഭിപ്രായം വന്ന മലൈക്കോട്ടെ വാലിബൻ, നമ്മുടെ അശ്വൻ ഗോകർണൻ അടക്കമുള്ള പല സിനിമാ നിരൂപകനും വലിച്ചു കീറി കൊടുത്ത ഒരു മലൈക്കോട്ടെ വാലിബൻ എന്നൊരു സിനിമയുടെ അഭിനയത്തെ കുറിച്ചാണ്. ഞാൻ ഈ സിനിമ 2024 ആദ്യം ജനുവരിയിലാണെന്നാണ് തോന്നുന്നത്, ഓർക്ക് കൃത്യമായി. ആദ്യം കണ്ട ഷോ ആണ്. പക്ഷെ എനിക്ക് വളരെയധികം ഇഷ്ടമായ ഒരു സിനിമയാണ് മലൈക്കോട്ടെ വാലിബൻ. ആ സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, വേറെ മികച്ച സിനിമകളൊന്നും നല്ല രീതിയിൽ വന്നില്ലെങ്കിൽ മോഹൻലാലിന് ഒരു അവാർഡിനുള്ള ചാൻസ് ഉണ്ട് ഈ സിനിമയിൽ. കാരണം അത്ര മികച്ച ഒരു അഭിനയം കാഴ്ചവെച്ചു. ആ സിനിമയ്ക്ക് ഇപ്പോഴും ഞാൻ പറയുന്നു, ആ സിനിമയ്ക്ക് ലാഗ് ഉണ്ടായിരുന്നില്ല എങ്കിൽ ആ സിനിമ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആയിരിക്കും. മോഹൻലാലിന്റെ ഫിസിക് അടക്കമുള്ള കാര്യങ്ങൾ അതിനകത്ത് പക്കയായിരുന്നു. ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ സംവിധാനം അങ്ങനെയാണ്. അതായത് ഒരു ലാക്ക് ഫീലിംഗ് തരുന്ന അദ്ദേഹത്തിന് ഒട്ടുമിക്ക സിനിമകളിലും ആ ഒരു ടച്ചിലാണ് അദ്ദേഹം സംവിധാനം ചെയ്യുന്നത്. അതുകൊണ്ട് മലൈക്കോട്ടെ വാലിബിന് അവാർഡിന് പരിഗണിച്ചാൽ ഒരു തെറ്റും പറയാൻ പറ്റില്ല എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. അപ്പോൾ ഇത്തരത്തിലുള്ള കൊടുമ്പിരി കൊണ്ട ചർച്ചകളാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. ഈ ഒരു വാർത്ത കണ്ടപ്പോൾ കൊള്ളാമല്ലോ, ഇത് കൂട്ടുകാരൊത്ത് എപ്പോഴും നമ്മൾ തർക്കിക്കുന്നതാണല്ലോ, ഇന്നാൾക്ക് കിട്ടുന്നത്. മമ്മൂക്കയ്ക്കോ മോഹൻലാലിനോ ഫഹദ് ഫാസിലിനോ ആസിഫ് അലിക്കോ അർഹരായ ആർക്ക് വേണമെങ്കിലും അവാർഡ് കിട്ടാൻ നമുക്ക് സന്തോഷമേ ഉള്ളൂ. ഒരു മികച്ച കലാപ്രവർത്തനത്തിന് അവർക്ക് കിട്ടുന്ന ഒരു അംഗീകാരം തീർച്ചയായും നമ്മളും അംഗീകരിക്കുന്നു. നമ്മളുടെ ഒരു ചർച്ച അല്ലെങ്കിൽ നമ്മുടെ ഒരു അസംഷൻ അനലൈസേഷനെ കുറിച്ച് നിങ്ങളുമായി പങ്കുവെക്കുവാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. നമ്മളുടെ ചാനലിൽ അപ്പോൾ റീസെന്റ് ആയ ന്യൂസുകൾ, ഇൻഫർമേറ്റീവ് ആയ വാർത്തകൾ, അതായത് സമകാലീന വാർത്തകളും ഉൾപ്പെടെയുള്ള എല്ലാവരും ഈ വീഡിയോയിൽ ഉണ്ടാകും. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എന്റെ ഒരു ധൈര്യം. ഒരു അവതരണത്തിൽ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. വരും കാലങ്ങളിൽ നല്ല രീതിയിൽ സത്യസന്ധമായി നിഷ്പക്ഷമായി വാർത്തകൾ കൊടുക്കും. ഇത് മാത്രമല്ല, എല്ലാ അപ്ഡേറ്റഡ് ന്യൂസുകളും കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാമെന്ന വിശ്വാസത്തോടെ നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ബൈ.